കോൺഗ്രസ് എന്ന പാർട്ടിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് ഗ്രൂപ്പ് പോരുകൾ. ഇതൊരു പുതിയ പ്രതിഭാസമല്ല, മറിച്ച് തലമുറകളായി കൈമാറി വരുന്ന ഒരു വിട്ടുമാറാത്ത രോഗമാണ്. മുഖ്യമന്ത്രി കസേര മുതൽ താഴെത്തട്ടിലെ വാർഡ് കമ്മിറ്റികൾ വരെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ നിഴലിലാണ്. പഴയ കരുണാകരൻ ആന്റണി ദ്വന്ദ്ങ്ങളിൽ നിന്ന് തുടങ്ങിയ പോരാട്ടം ഇന്ന് സതീശനിലും വേണുഗോപാലിലും ചെന്നിത്തലയിലും എത്തി നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിയിലെ വരികൾ മാത്രം മതി ഹൈക്കമാൻഡിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ. 2021 ഭൂരിഭാഗം MLA മാരും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചിട്ടും ഹൈക്കമാൻഡ് VD സതീശനെ പ്രഖ്യാപിച്ചു. ആ തീരുമാനം ഉമ്മൻചാണ്ടിയെ എത്രത്തോളം വേദനിപ്പിച്ചുവെന്ന് ആ പുസ്തകത്തിലുണ്ട്. ഇന്നും അവസ്ഥ സമാനമാണ്. നേതാക്കൾ മാറുന്നു, പക്ഷേ അധികാരത്തിനായുള്ള ചരടുവലികൾ ഇന്നും കോൺഗ്രസിൽ തുടരുന്നു. 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ PT ചാക്കോയായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ പ്രതിപക്ഷ നേതാവ്. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ ഗ്രൂപ്പ് കളി തുടങ്ങി. പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായപ്പോൾ പ്രതിപക്ഷത്തെ നയിച്ച ചാക്കോയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നാലെ R ശങ്കറും PT ചാക്കോയും തമ്മിലുള്ള പോര് മറനീക്കി പുറത്തു വന്നു. ഒരു കാർ യാത്രയും അതിലെ സ്ത്രീ സാന്നിധ്യവും വിവാദമായപ്പോൾ സ്വന്തം പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ടു. ശങ്കറിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തുറന്നടിച്ചാണ് ചാക്കോ പടിയിറങ്ങിയത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ പൊട്ടിത്തെറി അതായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം K കരുണാകരൻ ഗ്രൂപ്പിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി. എന്നാൽ രാജൻ കേസ് വില്ലനായി വന്നതോടെ കരുണാകരന് കസേര ഒഴിയേണ്ടി വന്നു. രാജിക്കായി ആദ്യം മുറവിളി കൂട്ടിയത് സ്വന്തം വിദ്യാർത്ഥി സംഘടനയായ KSU ആയിരുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ആന്റണി മുഖ്യമന്ത്രിയായി. അവിടെ തുടങ്ങി IA ഗ്രൂപ്പുകളുടെ വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധം. 90കളിൽ ഗ്രൂപ്പ് പോര് അതിന്റെ പാരമ്യത്തിലെത്തി. കരുണാകരൻ മകൻ മുരളീധരനെ വളർത്തുന്നു എന്നാരോപിച്ച് തിരുത്തൽവാദികൾ രംഗത്തെത്തി. ചെന്നിത്തലയും കാർത്തികേയനും MI ഷാനവാസും കരുണാകരനെതിരെ തിരിഞ്ഞു. കരുണാകരൻ മുസ്ലിം ലീഗിനെ കൊണ്ട് രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിപ്പിച്ചുവെന്നാരോപിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ഈ സമയത്താണ് ചാരക്കേസ് പൊട്ടിപ്പുറപ്പെടുന്നത്. കരുണാകരനെ വീഴ്ത്താൻ എതിർ ഗ്രൂപ്പിന് കിട്ടിയ വജ്രായുധമായിരുന്നു അത്. കരുണാകരൻ വീണു, ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായി. 2001 അധികാരം കിട്ടിയിട്ടും ശാന്തി ഉണ്ടായില്ല. മകൾ പത്മജയ്ക്ക് സീറ്റ് കിട്ടാൻ കരുണാകരൻ നടത്തിയ സമ്മർദ്ദങ്ങൾ കോൺഗ്രസിനെ പിടിച്ചു കുലുക്കി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിക്കെതിരെ കോടോത്ത് ഗോവിന്ദൻ നായരെ കരുണാകരൻ മത്സരിപ്പിച്ചു. കോടോത്ത് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായ വയലാർ രവിയും തെന്നല ബാലകൃഷ്ണപിള്ളയും വിജയിച്ചു. എന്നാൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മത്സരിച്ച K മുരളീധരൻ തോറ്റതോടെ കരുണാകരൻ യുഗം അസ്തമിച്ചു. 2004 ആന്റണി രാജിവെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതോടെ കേരള രാഷ്ട്രീയത്തിലെ കരുണാകരൻ ആന്റണി യുഗം അവസാനിച്ചു. ഇന്ന് AI ഗ്രൂപ്പുകൾ പഴയതുപോലെ സജീവമല്ലായിരിക്കാം, പക്ഷേ പകരം വ്യക്തി കേന്ദ്രീകൃതമായ ഗ്രൂപ്പുകൾ മുളച്ചു പൊന്തി. KC വേണുഗോപാൽ പക്ഷമെന്നും സതീശൻ പക്ഷമെന്നും ചെന്നിത്തല പക്ഷമെന്നും ഇന്ന് അണികൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നേതാക്കൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾ മാറുമ്പോൾ വെയിലത്തും മഴയത്തും പാർട്ടിക്കായി പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും വിധിക്കപ്പെട്ട പാവം പ്രവർത്തകരുടെ അവസ്ഥ ഇന്നും ദയനീയമായി തുടരുന്നു.